മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും. 3-അംഗ അന്വേഷണ സംഘം 4 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനി, അതോടൊപ്പം തന്നെ കരിമണൽ കമ്പനിയായ CMRL, KSIDC എന്നിവരുടെ പ്രവർത്തനം സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 4 മാസത്തിനകം ഇത് സംബന്ധിയായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. 3-അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടത്. 3 കമ്പനികളുടെയും ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് CMRL നിന്ന് പണം കൈപ്പറ്റിയതായിട്ട് ഇത് സംബന്ധിയായ വാർത്തകൾ വന്നിരുന്നു. ചെയ്യാത്ത സേവനത്തിനാണ് തുക നൽകിയത് എന്നാണ് പിന്നീട് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്ത് വന്നത്. ഈ കാര്യങ്ങളിൽ വിശദീകരണം ഉണ്ടായെങ്കിലും പക്ഷേ അത് ഈ വിവാദങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ മതിയായ ഒരു വിശദീകരണമായിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി അടക്കം വിവരങ്ങൾ തേടിയിരുന്നു. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നത് വീണ വിജയനും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം UDFന്റെ നേതാക്കൾ എന്നിവർക്കെല്ലാം ഉൾപ്പെടെ തന്നെ വിശദീകരണം നൽകാൻ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കമ്പനിയുടെ ആദായ നികുതി സെറ്റിൽമെൻറ്റ് വിഭാഗത്തിൽ നൽകിയ വിശദീകരണം, പിന്നീട് അവർ നൽകിയ ഉത്തരവ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്ന ഈ അന്വേഷണം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെയും വലിയ വിവാദങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു. അപ്പോഴൊന്നും കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകാൻ കാര്യങ്ങളിൽ കഴിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിയോ വീണ വിജയനോ ഇക്കാര്യങ്ങളിൽ കാര്യമാത്ര പ്രതികരണങ്ങളൊന്നും തന്നെയും ഉണ്ടായിരുന്നില്ല. CPM നേതൃത്വമായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നിരുന്നത്. അപ്പോഴും വലിയ രീതിയിൽ ഈ പണം വാങ്ങിയോ ഇല്ലയോ എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ വിശദീകരണത്തിലേക്ക് പോകുവാനും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും പുതിയ ഉത്തരവ് വീണ്ടും ഇത് സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ചകൾ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.